ഇടുക്കിയിൽ വീണ്ടും വന്യജീവി ആക്രമണം. ചിന്നക്കനാലിൽ 301 കോളനിക്ക് സമീപം ചക്കക്കൊമ്പൻ ഒരു ഷെഡ് ആക്രമിച്ചിട്ടുണ്ട്. സമീപവാസികൾ ബഹളം വെച്ച് കാട്ടാനയെ തുരത്തി. അടിമാലി ഇരുമ്പുപാലത്ത് ഇന്നലെ രാത്രി കാട്ടുപോത്തും എത്തിയിട്ടുണ്ട്. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ് രാജാക്കാട്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്യജീവി ആക്രമണം ഇടുക്കിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ആനയായിരുന്നു നേരത്തെയൊക്കെ, ഇപ്പോൾ കാട്ടുപോത്തും വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചക്കക്കൊമ്പൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയോ ഇന്നലെ? ആളുകൾ അല്പം ഭീതിയിലാണോ അതോ ഈ ചക്കക്കൊമ്പനെ കാടുകയറ്റി വിട്ടോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഈ സിംഗകണ്ഠ മേഖലയിലെ ആളുകളുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവർക്ക് ഭീതി കൂടാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ അവർ ആ ആശങ്കയായിരുന്നു നമ്മോട് പങ്കുവച്ചിരുന്നത്. ചക്കക്കൊമ്പന്റെ കാര്യങ്ങളൊക്കെ അവർ വ്യക്തമാക്കിയപ്പോൾ എന്തായിരുന്നാലും ചക്കക്കൊമ്പൻ ആ മേഖല വിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ മറ്റൊരു വാർത്ത നൽകിയിരുന്നു. പുൽമേടുകളടക്കം കത്തി നശിച്ചതോടെ ഈ കാട്ടാനകൾക്ക് നിൽക്കാൻ പോലും ഇടമില്ലാത്ത ഒരു സ്ഥിതിയായതോടെ ഈ കൃഷിയിടങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. അതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ 301 കോളനിക്ക് സമീപത്ത് ഈ ചുറ്റിത്തിരിഞ്ഞ് കാട്ടാന നിൽക്കുന്നത്. ചക്കക്കൊമ്പൻ ഒപ്പം തന്നെ മറ്റ് കാട്ടാനകളും ഈ ഒരു മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇന്നലെ രാത്രി ഒരു 9:30 കൂടിയാണ് ഈ 301 കോളനിക്ക് സമീപത്ത് ഈ വയൽപ്പറമ്പിൽ ഐസക്കിന്റെ വീടിന് നേരെ ആക്രമണം നടത്തുന്നത്. ഈ തകര ഷീറ്റ് കൊണ്ട് മേഞ്ഞ വീടായിരുന്നു. ഈ തകര ഷീറ്റുകൾ പൊളിക്കുന്ന ശബ്ദം കേട്ടാണ് സമീപത്തുള്ള ആളുകൾ ഓടിയെത്തുകയും ഈ ഒച്ച വെച്ച ആനയെ അവിടെ നിന്ന് തുരത്തുകയും ചെയ്തിരിക്കുന്നത്. വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. അവർ മറ്റൊരു വീട്ടിൽ പോയിരുന്നതിനാൽ വലിയ രീതിയിലുള്ള ഒരു അപകടം ഒഴിവായി എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ ചെറിയൊരു ഷെഡ് പോലത്തെ ഒരു വീടാണ്, അതിനുള്ളിലായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ പോലും ഈ വന്യജീവി ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. മുമ്പ് അരുൺകുമാർ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 11 മണിയോട് കൂടിയാണ് കാട്ടുപോത്ത് ഇരുമ്പുപാലം പടിക്കപ്പിലേക്ക് എത്തുന്നത്. കാട്ടുപോത്ത് റോഡിലൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ഈ ബൈക്കിന്റെ വെളിച്ചത്തിലാണ് യുവാക്കൾ ഈ കാട്ടുപോത്തിനെ കാണുകയും തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരോട് അപ്പൊ തന്നെ പുറത്തിറങ്ങരുത് എന്ന വിവരം നൽകുകയും ഈ യുവാക്കൾ ചേർന്ന് കാട്ടുപോത്തിനെ തുരത്തുകയുമായിരുന്നു. ഇതിനിടയിൽ കാട്ടുപോത്ത് സമീപത്തെ കൃഷിയിടത്തിലേക്ക് കയറി നിലയുറപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും അവിടെയും വലിയ രീതിയിലുള്ള പരിഭ്രാന്തി പരത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പരിസ്ഥിതി പ്രവർത്തകരടക്കം മുൻപ് നിർഭാഗ്യകരമാണ്. മാത്രമല്ല ഒന്ന് ആലോചിക്കൂ, വളരെ ചൂട് കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാട്ടുതീയും കൂടെ വന്നാൽ ഈ വന്യജീവികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ചക്കക്കൊമ്പൻ 301 കോളനിക്ക് സമീപം നിൽക്കുന്നത് എന്നാണ് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത്.